കൂട്ടായ്മ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ദൈവം നിന്നെ വളരുമാറാക്കും. കർത്താവിൽ പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ഞായറാഴ്ച വലിയൊരു പദ്ധതിയുടെ കഴിഞ്ഞ ഒരാഴ്ച കാലം ദൈവം നമ്മളെ നടത്തി. യേശു കർത്താവ് നമ്മളെ ഉള്ളംകരങ്ങളിൽ വഹിച്ചു. ഇന്ന് ദൈവസന്നിധിയിൽ ദൈവമക്കളെ നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ജീവിപ്പിക്കുന്ന വചനമാണ്, ജീവൻ തരുന്ന വചനമാണ്. ഏതവസ്ഥയ്ക്കകത്തും ശൂന്യതയ്ക്കകത്തും ദൈവം നിന്നെ പണിയുവാൻ തുടങ്ങും. ഇന്ന് ഇന്നലെ നമ്മൾ കൂട്ടായ്മയെക്കുറിച്ച് പറഞ്ഞു. കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നടക്കണം. ഇന്ന് വീണ്ടും അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിൻ്റെ ജീവിതത്തിൽ വലിയ വർധനവ് വരും. ഇന്നുവരെ നീ വർദ്ധിക്കാത്തതുപോലെ, ഇന്നുവരെ നീ മാനിക്കപ്പെടാത്തതുപോലെ ദൈവം നിന്നെ പരിശുദ്ധാത്മാവിനാൽ നിന്നെ മാനിക്കുന്ന പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ, അതെ, നമ്മളെക്കൊണ്ട് അത്ര ഇമ്പോസിബിളല്ല, ഇമ്പോസിബിളായിട്ടുള്ള കാര്യം ഈ ദിവസങ്ങളിൽ കർത്താവ് നിനക്ക് നല്ലൊരു സഹായകനായി പരിശുദ്ധാത്മാവിനെ തന്നെങ്കിൽ ആ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ ഈ ദിവസങ്ങളിൽ വർദ്ധിക്കാൻ പോവുക. ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവുക. ദൈവ പദ്ധതിക്ക് വേണ്ടി, ദൈവാത്മാവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി എന്നെ നിങ്ങളെ കർത്താവ് ഉപയോഗിക്കാൻ പോവുക. പരിശുദ്ധാത്മാവിൽ എൻ്റെ ജീവിതത്തിൽ വളർച്ച വരാൻ തുടങ്ങും. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ക്രിസ്മസ് ട്രീ, എനിക്ക് അതിൻ്റെ പേരറിയില്ല, അറിയാമല്ലോ, ഒരു ഗ്രീൻ കളറ് നല്ല ഇലയുള്ള ട്രീ വാങ്ങിച്ചു. ട്രീയൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി കുഴിച്ചു വെച്ചു. വീട് പണിയൊക്കെ കഴിഞ്ഞപ്പം വീടിൻ്റെ മുറ്റത്ത് ഫ്രണ്ടിലായിട്ട് കുഴിച്ചു വെച്ചു. മുറ്റമൊക്കെ ഭയങ്കര കട്ടിയുള്ള കല്ല. അവിടെ കുഴിയൊക്കെ എടുത്ത് കുഴിച്ചു വെച്ചു. മാസം 1 2 എപ്പോഴും എല്ലാവരും പറയും, ഇത് വളരുന്നില്ലല്ലോ, ഇത് വെച്ച സ്ഥലം പോരാ, വളരുന്നില്ല, വളർച്ചയില്ല. ഞാനും ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കും, ഇത് വളരുന്നില്ലല്ലോ. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഇത് വളരാൻ തുടങ്ങിയപ്പം ആ ചെറിയ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുഞ്ഞതാ, തീരെ ചെറുതെന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം ഒരു 3/4 ഫീറ്റൊക്കെ ഒരു ഹൈറ്റ്. വളരാൻ തുടങ്ങി. ഇപ്പോൾ ദൈവകൃപയാലെ ഒരു 2 ഫീറ്റിന് മുകളിലായി. നല്ല രസമാണ് കാണാൻ. അത് വളരാൻ തുടങ്ങാൻ കുറച്ച് ടൈം എടുത്തു. ആദ്യം ഓർത്ത് ഇത് വളരത്തില്ലെന്ന്, ബട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് വളരാൻ തുടങ്ങി. ഇപ്പോൾ അത് കാണാൻ ഭയങ്കര റിച്ചായിട്ടാണ് നിൽക്കുന്നത്, നല്ല റിച്ചായിട്ടാണ് ഇലയൊക്കെ നിൽക്കുന്നത്, നല്ല നിറഞ്ഞ്. ഇപ്പം നല്ല രസമാണ് കാണാൻ, ഭംഗിയുണ്ട്. പ്രിയമുള്ളവരെ, ദൈവവചനം പറയുകയാണ്, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:6-7, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പി. എന്നെ നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്, ഇന്ന് ഈ ഞായറാഴ്ച ഇത് കേൾക്കുമ്പം സഭായോഗമൊക്കെ ഉണ്ടെങ്കിൽ ഓടിപ്പോക്കണം. നീ സഭായോഗം കഴിഞ്ഞാൽ കേൾക്കുന്നെങ്കിൽ ആ സഭായോഗത്തിന് ചില പ്രാധാന്യമുണ്ട്. വചനം പറയാണ്, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പി. കൂട്ടായ്മയിൽ നടക്കുന്നവർക്കൊരു ഒരു പ്രത്യേകതയുണ്ട്. ആ കൂട്ടായ്മയ്ക്കകത്ത് നിന്നെ ദൈവം നിന്നെ വളർത്താൻ തുടങ്ങും. കൂട്ടായ്മയ്ക്കകത്ത് താഴോട്ട് പറയാണ്, അവനിൽ വേരൂന്നിയും. കൂട്ടായ്മ ഉണ്ടെങ്കിലേ വേര് വരത്തുള്ളൂ. ഞാൻ കൊണ്ട് ചെടി നട്ടു, കുറച്ച് ദിവസമായിട്ട് ഇത് വളരുന്നില്ല. കാരണം എന്നാ? പുതിയ മണ്ണ്. ആ പുതിയ മണ്ണിലോട്ട് എന്ത് ചെയ്യണം? വേരിറങ്ങണം, അത് പിടിക്കണം. ഇവിടെ വചനം പറയുകയാണ്, അവനിൽ വേരൂന്നിയും ആത്മീയ വർധനവ് പ്രാപിച്ചു. നോക്കിക്കേ, ആ വേര് കറക്റ്റ് സ്ഥലത്ത് സോയിലേക്ക് വന്നപ്പോൾ ആ ട്രീ വളരാൻ തുടങ്ങി, അത് ഭംഗിയുള്ളതായി തീരാൻ തുടങ്ങി. ഇടയ്ക്ക് വെച്ചോ ഇത് വളരുന്നില്ലെന്ന് പറഞ്ഞ് പറിച്ചു കളയുമായിരുന്നെങ്കിലോ അത് നശിച്ചു പോയേനെ. വചനം കേൾക്കുന്നവർ, കൂട്ടായ്മയിൽ നടക്കുന്നവർ, ആത്മീയ വർധനവ് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവനിൽ വേരൂന്നണം. വേറെ ഒന്നിലും വേരൂന്നരുത്. നിനക്ക് 1000 രൂപ തന്ന ആളെയോ 2000 രൂപ തന്ന ആളെയോ 1,00,000 രൂപ തന്ന ആളെയോ വേരൂന്നരുത്. നിനക്ക് വേരൂന്നാൻ ഒരു വ്യക്തിയുണ്ട്, അവൻ്റെ പേരാണ് യേശു. പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. വചനം പറയാണ്, അവനിൽ വേരൂന്നിയും ആത്മീയ വർധനവ് പ്രാപിച്ചു, നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പി. പ്രിയമുള്ളവരെ,
ഉപദേശിച്ച് കേട്ടത്, നീ കേട്ടതൊക്കെയും അതിലൊന്ന് ഉറച്ചു നിന്നേ. ആമേൻ. അതിലൊന്ന് വിശ്വസിച്ചേ. കർത്താവിന് നന്ദി പറഞ്ഞേ. താങ്ക്സ് ഗിവിങ്, നന്ദി പറഞ്ഞേ ഇത്രത്തോളം നടത്തിയതിന്. നിന്റെ കൂട്ടായ്മയിൽ ദൈവം നിന്നെ ഗ്രോ ചെയ്യിപ്പിക്കാൻ പോവുക, വളർത്താൻ പോവുക. ആരും വളരാത്തതുപോലെ ദൈവം നിന്നെ വളർത്താൻ പോവുക. കഴിഞ്ഞ നാളുകളിൽ മുരടിച്ചിരുന്ന അവസ്ഥയാണോ? വചനത്തിൽ നീ വേരൂന്നിയാൽ, കൂട്ടായ്മയിൽ നീ വേരൂന്നിയാൽ, പരിശുദ്ധാത്മാവിൽ നീ ആശ്രയിച്ചാൽ നിന്റെ വേരിനെ ദൈവം ഫലവത്താക്കാൻ പോവുക. നിന്റെ വൃക്ഷത്തെ ദൈവം ഫലവത്താക്കാൻ പോവുക. നിന്റെ ഫലങ്ങൾ നിലനിൽക്കുന്ന ഫലങ്ങളായി തീരാൻ പോവുക. അനേകർക്ക് കൊടുക്കാനുള്ള നിലയിൽ ദൈവം നിന്റെ വൃക്ഷത്തിലെ ഫലത്തെ ദൈവം വർദ്ധിപ്പിക്കാൻ പോവുക. അവനിൽ വേരൂന്നുക. ആമേൻ. നീ കേട്ട ഉപദേശത്തിനൊത്തവണ്ണം അവനിൽ വേരൂന്നുക. ആത്മീയ വർധനവ് പ്രാപിക്കുക. നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു വിരിപ്പി. ഉറപ്പില്ലാത്തവരെ പോലെ നടക്കാതെ നല്ല ഉറപ്പോടെ നടന്നേ. വേരില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കാറ്റടിക്കുമ്പം വീണുപോകും. കണ്ടിട്ടില്ലേ? ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ മരങ്ങൾ വേരില്ലെങ്കിൽ എന്ത് ചെയ്യും? വലിയൊരു കാറ്റടിച്ചാൽ മറിഞ്ഞു വീഴും. വേരൂന്നണം. ആത്മീയൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് വേരൂന്നുന്ന ജീവിതമായിരിക്കണം. കർത്താവിൽ ആശ്രയിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഹെൽപ്പോടെ നടക്കണം. നിന്നെ ദൈവം വളർത്താൻ പോവുകയാണ്. നമുക്കൊന്ന് താഴ്ത്തി ഏൽപ്പിക്കാം. നല്ലവനും വിശ്വസ്തനുമായ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ്. കർത്താവ് ഏത് സാഹചര്യമാണെങ്കിലും കർത്താവെ, കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ വളരുമാറാക്കുന്ന പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നടക്കുവാൻ എല്ലാ മേഖലകളിലും ഒരു വർധനവ് വരട്ടെ. ഇന്നുവരെ വർദ്ധിക്കാത്തതുപോലെ വർദ്ധിക്കപ്പെടട്ടെ. ഇന്നുവരെ അനുഭവിക്കാത്ത നന്മകൾ അനുഭവിക്കാനുള്ള നന്മകളുടെ വാതിൽ തുറക്കപ്പെടട്ടെ. കർത്താവെ, ഏറ്റവും നല്ല കൂട്ടായ്മ പരിശുദ്ധാത്മാവുമായിട്ടുള്ളതാണല്ലോ. ആ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നടക്കുവാൻ പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും സഹായിക്കുന്നതിനായി നന്ദി. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാൽ നിറയ്ക്കണം. ഇപ്പോൾ തന്നെ രോഗാവസ്ഥയിൽ കേൾക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആ കൂട്ടായ്മ തരുന്ന പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ കൂട്ടായ്മ നൽകി പൂർണ്ണ സൗഖ്യം ശരീരത്തിൻ്റെ മേൽ കൽപ്പിക്കുകയാണ്. കർത്താവ് വിടുവിച്ചതിനായി നന്ദി. അനുഗ്രഹിക്കുന്നു. ഈ ഞായറാഴ്ച ഏറ്റവും ജയത്തിൻ്റെ ദിവസമാക്കി സ്വർഗം മാറ്റിയതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ഇത് കേൾക്കുന്നവർ ശുശ്രൂഷയ്ക്കായിട്ടൊക്കെ പോകുമ്പോൾ കർത്താവ് ഇന്നുവരെ അനുഭവിക്കാത്ത ആത്മീയ സന്തോഷം സഭകളിൽ അനുഭവിക്കട്ടെ. ഇന്നുവരെ അനുഭവിക്കാത്ത ദൈവസാന്നിധ്യം സഭകളിൽ അനുഭവിക്കട്ടെ. അനുഗ്രഹിക്കുന്നു. കൂട്ടായ്മയിൽ കർത്താവെ വളർത്തുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ടുഡേയ്സ് ബ്ലെസ്സിംഗ് വേർഡ് എന്ന ഈ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഈ പ്രോഗ്രാം എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ടെലികാസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ? സബ്സ്ക്രൈബ് ചെയ്യുക. ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. മറ്റുള്ളവർക്ക് ഈ പ്രോഗ്രാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഗോഡ് ബ്ലെസ് യു. നാളെ തിങ്കളാഴ്ച നമുക്ക് ഒരുമിച്ച് കൂടാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ.